നമസ്കാരം. മഹാന്മാ ന്യൂസിലേക്ക് സ്വാഗതം. SSLC പരീക്ഷയിൽ സമ്പൂർണ്ണ വിജയം. തോൽക്കാൻ ആരുമില്ലെങ്കിൽ പരീക്ഷ നടത്തണമോ? വാരിക്കോരി മാർക്ക് കൊടുത്തെന്ന പരാതി. ഈ വർഷത്തെ SSLC പരീക്ഷാ ഫലം ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ചു. റിസൾട്ട് പ്രഖ്യാപനം നടത്തിയത് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിയാണ്. അടുത്ത വർഷം മുതൽ പരീക്ഷാ സമ്പ്രദായത്തിൽ കാതലായ മാറ്റം വരുത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിട്ടുമുണ്ട്. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന SSLC പരീക്ഷകളും അതിൻ്റെ ഫലവും വെച്ച് നോക്കുമ്പോൾ എന്തിനാണ് ഇത്തരത്തിൽ ഒരു പരീക്ഷ എന്ന സംശയം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. ഏത് പരീക്ഷയും അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ എത്തുന്നത് പഠനം പൂർണ്ണമായി നടത്തി ശരിയായ ഉത്തരം എഴുതി നേടുന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഫലം പുറത്തു വരുമ്പോൾ മാത്രമായിരിക്കും. ഈ വ്യവസ്ഥാപിത സമ്പ്രദായങ്ങൾ മറികടന്നുകൊണ്ട് കുറേ കാലമായി നമ്മുടെ 10ാം ക്ലാസ് പരീക്ഷാഫലം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും പിന്നിടുമ്പോൾ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ മികവ് പ്രകടമാക്കാൻ വേണ്ടി വിജയിക്കുന്നവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിപ്പിക്കുന്ന ഏർപ്പാട് നടക്കുന്നതായുള്ള പരാതികളും ഉയർന്നിരുന്നു. വിജയശതമാനം ഉയർത്തുവാൻ വേണ്ടി ചോദ്യപേപ്പർ പരിശോധനാ വേളയിൽ അധിക മാർക്ക് നൽകുന്ന രീതിയാണ് പലപ്പോഴും സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ സമ്പ്രദായം കുട്ടികളുടെ പഠന മികവ് വർദ്ധിപ്പിക്കുകയല്ല, മറിച്ച് അവരുടെ കഴിവുകേടുകളെ അംഗീകരിക്കുന്ന ഏർപ്പാടായി മാറുന്നു എന്നതാണ് സത്യം. മന്ത്രി നടത്തിയ ഫലപ്രഖ്യാപന പ്രകാരം SSLC പരീക്ഷയിൽ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം 4,27,105 ആണ്. ഇതിൽ 4,25,563 കുട്ടികളും പരീക്ഷയിൽ വിജയിച്ചു എന്ന് ആണ് അറിയിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ പരീക്ഷയിൽ പരാജയം നേരിട്ടത് വെറും 2000-ഓളം കുട്ടികൾ മാത്രം എന്നാണ്. 4,15 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്ക് ഇരിക്കുകയും പരീക്ഷ നടത്തുകയും അതിനുവേണ്ടി തന്നെ കോടിക്കണക്കിന് രൂപയുടെ ചെലവ് നടത്തുകയും ആയിരക്കണക്കിന് അധ്യാപകരുടെ പ്രയത്നം ഉപയോഗിക്കുകയും ചെയ്തു കഴിയുമ്പോൾ പുറത്തു വരുന്ന പരീക്ഷാ ഫലത്തിൽ തോൽക്കാൻ കാര്യമായി വിദ്യാർത്ഥികൾ ഇല്ലാതെ വരിക എന്നത് സ്വാഭാവികമായും സംശയങ്ങൾ ഉയർത്തുന്ന കാര്യം തന്നെയാണ്. ഒരു 10 വർഷത്തിന് മുൻപ് വരെ കേരളത്തിലെ SSLC പരീക്ഷാ ഫലത്തിൻ്റെ വിജയശതമാനം പരിശോധിച്ചാൽ ഇപ്പോൾ പ്രഖ്യാപിക്കുന്ന ഫലത്തിൻ്റെ അടുത്ത് എങ്ങും എത്തുന്ന രീതിയിൽ ആയിരുന്നില്ല എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ഒരു ദശാബ്ദകാലം കൊണ്ട് കേരളത്തിലെ വിദ്യാർത്ഥി വർഗം വലിയ തോതിൽ ബുദ്ധിമാന്മാരായി മാറി എന്നതുകൊണ്ട് അല്ല ഈ അത്ഭുതം അരങ്ങേറിയിട്ടുള്ളത് എന്ന കാര്യം വ്യക്തമാണ്. ഒരു കാര്യം ഉറപ്പിച്ചു തന്നെ പറയുവാൻ കഴിയും. കഴിഞ്ഞ തലമുറയിലെ വിദ്യാർത്ഥി വർഗം ഇന്നത്തേക്കാൾ ആഴത്തിൽ പഠനം നടത്തി പരീക്ഷ എഴുതിയവരായിരുന്നു. ഇന്നത്തെ സ്കൂളുകളിൽ നിന്നും ലഭിക്കുന്ന ആധുനിക സാങ്കേതിക സൗകര്യങ്ങളോ ബാഹ്യ സൗകര്യങ്ങളോ ഒന്നുമില്ലാതെ കിലോമീറ്ററോളം നടന്ന് സ്കൂളിലെത്തി അധ്യാപകരുടെ കർശനമായ ശിക്ഷണത്തിന് വിധേയമായി പാഠഭാഗങ്ങൾ ശരിയായി പഠിച്ച് പരീക്ഷ എഴുതുന്ന രീതിയായിരുന്നു അന്നുണ്ടായിരുന്നത്. പരമാവധി വിജയശതമാനം കുറച്ചുകൊണ്ട് ജയിച്ചു വരുന്ന കുട്ടികളിൽ വിജ്ഞാന കാര്യത്തിൽ നിലവാരം പുലർത്തുക എന്ന രീതിയായിരുന്നു അന്ന് സ്വീകരിച്ചിരുന്നത്. ഇന്നിപ്പോൾ കഥ ആകെ മാറിയിരിക്കുന്നു. ഓരോ വർഷവും വിജയശതമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ട തന്ത്രങ്ങൾ വിദഗ്ധർ തന്നെ മെനയുകയാണ്. കേരളത്തിൽ SSLC പരീക്ഷയിൽ അർഹരല്ലാത്ത വിദ്യാർത്ഥികൾക്ക് മാർക്ക് വാരിക്കോരി കൊടുക്കുന്നു എന്ന പരാമർശനം പുറത്തുവിട്ടത് വീട്ടിലിരിക്കുന്ന ആരെങ്കിലുമല്ല. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ആണ് ഇത്തരത്തിൽ ഒരു സംശയം മുന്നോട്ട് വെച്ചത്. അദ്ദേഹം ഈ ആശങ്ക തുറന്നു പറയുന്ന ഫോൺ സംഭാഷണം പുറത്തു വന്നതായി മാധ്യമങ്ങളിലും പറയുന്നുണ്ട്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ വെളിപാട് നടത്തുന്നതിന് മുമ്പ് തന്നെ ഈ ആശങ്ക പൊതുജനങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളതുമാണ്. ഒരു പരീക്ഷയിൽ 99% അഥവാ 100% വിജയമുണ്ടാകുക എന്ന് പറയുന്നത് കൃത്യമായ രീതിയിൽ നടക്കുന്ന ഒരു പരീക്ഷയുടെ ഫലമായിരിക്കില്ല. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ എഴുതുന്ന പരീക്ഷയിൽ 100% തൊട്ടടുത്ത വിജയമുണ്ടാകണമെങ്കിൽ അവിടെ ശരിയല്ലാത്ത എന്തോ സംഭവിച്ചിട്ടുമുണ്ട്. നമ്മുടെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം മാത്രമല്ല, ഉന്നത വിദ്യാഭ്യാസ മേഖലയും ഒരു കാലത്ത് വലിയ പ്രൗഢിയും ആധികാരികതയും ഉള്ളതായിരുന്നു. എന്നാൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അടക്കം ആശ്വാസ്യമല്ലാത്ത സംഭവങ്ങൾ അരങ്ങേറിയതിൻ്റെ പേരിൽ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം തരം താഴ്ന്നിരിക്കുന്നു എന്ന പരാതികൾ വ്യാപകമായി ഉയരുന്നുണ്ട്. ഇതിൻ്റെ കരുത്ത് പകരുന്നതാണ് SSLC പരീക്ഷാഫലം എന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്തേണ്ട കാര്യവുമില്ല.
കോടിക്കണക്കിന് രൂപയുടെ ചെലവും ആയിരക്കണക്കിന് അധ്യാപകരും അനധ്യാപകരും നടത്തുന്ന പ്രയത്നവും കൊണ്ട് പൂർത്തിയാക്കുന്ന ഒരു പരീക്ഷയിൽ തോൽക്കുന്നതിന് ഒരു വിദ്യാർത്ഥിയും ഉണ്ടാകുന്നില്ല എങ്കിൽ ഇത്ര ഭാരിച്ച ചെലവ് നടത്തി പരീക്ഷ നടത്തുന്നതിന് പകരം 10ാം ക്ലാസ് പരീക്ഷയിൽ ഫുൾ പാസ് എന്ന തീരുമാനം നടപ്പാക്കുന്നതായിരിക്കും ഉചിതം. നന്ദി.